കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് നല്ല ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാപ്റ്ററിലെ ആപ്പിലുള്ള അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഇതിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. Find the value of k so that the function f is continuous at the indicated point in f of x equal to ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ 5.1 ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് കറക്റ്റ് നോക്കിക്കോ. എക്സ് ഈക്വൽ ടു പൈ ബൈ 2ലാണ് ഈ ഫംഗ്ഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്തായിരിക്കും എന്നറിയാം സംഭവം, എഫ് ഓഫ് പൈ ബൈ 2 എടുത്താൽ കിട്ടുന്നതും അതേപോലെ തന്നെ പൈ ബൈ 2ലുള്ള ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റും സെയിം ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റും സെയിം ആയിരിക്കും. സോ നമ്മളിത് ഇനി എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക്, വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചോ. എഫ് ഓഫ് പൈ ബൈ 2, എക്സ് പൈ ബൈ 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 എഫ് ഓഫ് എക്സ്. അതായത് എക്സ് പൈ ബൈ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് നിയറസ്റ്റ് ടു പൈ ബൈ 2 എന്ന്. പൈ ബൈ 2 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും ആര്? എക്സ്. അതൊരിക്കലും എന്താവൂല, പൈ ബൈ 2ന് ഈക്വൽ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പൈ ബൈ 2 അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. നോക്ക്, എക്സ് പൈ ബൈ 2 അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കെ കോസ് എക്സ്, നോക്കണേ, കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x ആണ്. റെഡി? ഇവിടെ കെ കോൺസ്റ്റന്റ് ആണ്, കെ നമുക്ക് പുറത്തിറക്കാം. അതിൻ്റെ മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം കൂടിയും ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2, അത് നോക്കണേ, കെ ഇൻറ്റു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 90 മൈനസ് എക്സ് ആണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. ഇത് തെറ്റുള്ള കാര്യമൊന്നുമല്ല, സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതിനാ സൈൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് എഴുതാം, ഓൾ ഡിവൈഡഡ് ബൈ. ഇവിടെ നിന്ന് നിങ്ങളൊരു 2 കോമൺ എടുത്താൽ, അതായത് 2 എന്തിനാ കോമൺ എടുക്കുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു 2 കോമൺ എടുത്താൽ സൈനിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ താഴെയും കിട്ടും. ഇതാ നോക്ക്, ഇവിടുന്ന് 2 കോമൺ എടുത്താൽ പൈ ബൈ 2 കിട്ടും. ശരിയല്ലേ? 180 2 എടുത്തിട്ടുണ്ടെങ്കിൽ 90 ഉള്ളിൽ ഉണ്ടാവും. നോക്കി, 2 ഇൻറ്റു പൈ ബൈ 2 പൈ. 2x 2 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈനസ് എക്സും ബാക്കി ഉണ്ടാവും. നോ പ്രോബ്ലം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെയുടെ വാല്യൂ കണ്ടെത്തേണ്ടത്. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടെത്താൻ ആ പോയിന്റുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റും ആ പോയിന്റുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ എന്താണോ അത് കൊടുത്തിട്ട് റീപ്ലേസ് ചെയ്ത് വരികയാണ്. കെ ബൈ 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നോക്കിയാൽ കെ ബൈ 2 കോൺസ്റ്റന്റ് പുറത്തിറക്കി. പിന്നെ വരുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2, നോക്കണേ, സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ ബൈ 2 മൈനസ് എക്സ് എന്നാ, വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ് എന്നുള്ളത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ എക്സിന് പകരമായിട്ട് വന്നത് 90 മൈനസ് എക്സ് ആണ്. 90 മൈനസ് എക്സ് താഴെയുണ്ട്, കറക്റ്റാ. സൈൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെ താഴെയുണ്ട്. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് ഇതിൻ്റെ ആൻസർ 1 എന്ന് എഴുതാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ വാല്യൂ പൈ ബൈ 2 മൈനസ് എക്സ് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങോട്ടായിരിക്കണം? 0ലേക്കായിരിക്കണം. അത് പ്രശ്നമൊന്നുമില്ല. എക്സ് പൈ ബൈ 2ലേക്കാണ് പോകുന്നതെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്താൽ എക്സ് മൈനസ് പൈ ബൈ 2 പോകുന്നത് 0ലേക്കായിരിക്കും. എക്സ് മൈനസ് പൈ ബൈ 2 0ലേക്കാണ് പോകുന്നതെങ്കിൽ പൈ ബൈ 2 മൈനസ് എക്സ് അപ്രോച്ച് ചെയ്യുന്നതും 0ലേക്കായിരിക്കും. അതായത് ഇതിൻ്റെ അർത്ഥം എക്സ് മൈനസ് പൈ ബൈ 2 അത് 0ലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ എക്സ് മൈനസ് പൈ ബൈ 2ൻ്റെ ഡിഫറൻസ്, ആ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കിട്ടുക 0ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും എന്നുള്ളതാണ്. തല തിരിച്ചിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. പക്ഷെ അതിൽ ചെറിയൊരു സൈൻ ചേഞ്ച് ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ആലോചിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇവിടെയുള്ള ഇത് രണ്ടും സെയിം ആയിട്ട് കിട്ടിയില്ലേ? ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ തന്നെ എഴുതിക്കോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പൈ ബൈ 2 ലിമിറ്റ്. നമ്മളിവിടെ പറഞ്ഞത് എന്താ, നമുക്കിവിടെ പ്രോപ്പറായിട്ട് വേണ്ടത് ഇത് 0ലേക്ക് അപ്രോച്ച് ചെയ്താൽ പോരെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ, കൂടുതൽ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്
ഡിവൈഡഡ് ബൈ പൈ ബൈ 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? ഇത് 1 ആയിരിക്കും. അപ്പോൾ കെ ബൈ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ കെ ഇൻറ്റു 1 കെ ബൈ 2 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 2 എന്നാവും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 എന്ന് വരും. കെയുടെ വാല്യൂ എന്തായിരിക്കും? 6 ആണ്. സിമ്പിൾ ചോദ്യം. കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്താൽ ഇത് സിമ്പിളാണ്. അല്ലാതെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പഠിക്കണം. നല്ല ചോദ്യമാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. ഫൈൻഡ് dy by dx if y equal to sec inverse. ഓക്കെ, സീക്ക് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നമ്മൾ 1/mod x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നൊക്കെയാണ് എഴുതാറുള്ളത്. പക്ഷെ അതിൽ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം എക്സിന് പകരം ഇത് റീപ്ലേസ് ചെയ്യണം, വീണ്ടും അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ സീക്ക് ഇൻവേഴ്സ് ആ ഉള്ളിൽ സീക്ക് സംതിങ് എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ 1/, എന്നല്ലേ ഉള്ളത്. അപ്പോൾ 1/, എന്നായതുകൊണ്ട് 1/, കോസ് വന്നാലാണ് ആക്ച്വലി എന്താവുക? സീക്ക് വരിക. അപ്പോൾ ഈ താഴെ ഉള്ളത് സീക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് വേണം. സോറി, സീക്ക് അല്ല, കോസ് എന്ന് പറഞ്ഞിട്ട് വേണം. കാരണം 1/, കോസ് ആണ് സീക്ക് ആവുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2x² - 1 കോസിന്റെ ഏതെങ്കിലും ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ടോ നോക്ക്. ഇത് ഓർമ്മ ഉണ്ടോ? cos 2θ is equal to 2 cos square θ minus 1. ഇത് ഓർക്കുന്നുണ്ടോ? എന്താ നോക്ക്, ഇതേ ഫോമില ഉള്ളത് 2x² - 1. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ലെറ്റ് എക്സിന് പകരം ഇവിടെ എന്ത് കൊടുത്താൽ മതിയോ? ഇപ്പം കോസ് തീറ്റ കൊടുത്താൽ മതിയോ? എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അങ്ങനെയാണ് തീറ്റ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു കോസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ y എന്താ? സീക്ക് ഇൻവേഴ്സ് ഇൻറ്റു 1/2x² - 1. ആൻഡ് എക്സിന് പകരം എന്ത് കൊടുക്കുക? കോസ് തീറ്റ കൊടുക്കുക. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് 1/2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. എന്താ ഈ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ? കോസ് 2 തീറ്റ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സീക്ക് ഇൻവേഴ്സ് നോക്ക് 1/, കോസ് 2 തീറ്റ. 1/, കോസ് എന്താ? സീക്ക് അല്ലേ? കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്, സീക്കിന്റെ റെസിപ്രോക്കൽ കോസ്. അപ്പോൾ 1/, കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് എഴുതാം? സീക്ക് എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ സീക്ക് 2 തീറ്റ. സീക്ക് ഇൻവേഴ്സും സീക്കും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്താൽ 2 തീറ്റ എന്ന് കിട്ടും. വാട്ട് ഈസ് തീറ്റ? കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ആൻസർ എന്താ? 2 കോസ് ഇൻവേഴ്സ് എക്സ്. ആര്? y. ഇതെന്തിനാ ഇങ്ങനെ കണ്ടെത്തുന്നത്? എടാ നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സുഖം. നിങ്ങളോട് ചോദിച്ചത് എന്താ? dy/dx അല്ലേ? അപ്പോൾ അതാ നോക്ക്, dy/dx എന്ന് പറഞ്ഞാൽ d/dx ഓഫ് yക്ക് പകരം ഇപ്പം നിങ്ങൾ എഴുതിയത് എന്താ? 2 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അതാ നോക്ക് 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. 2 കോൺസ്റ്റൻ്റാ പുറത്തിറക്കി. അപ്പോൾ d/dx ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. ക്ലിയർ? കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്? അത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിക്കുന്നതാണ്. -1/√1 - x². അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് -1/√1 - x². -1 × 2 -2 ഡിവൈഡഡ് ബൈ √1 - x². അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ ആൻസർ വരുന്നത്. നല്ല ചോദ്യം അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ചെയ്ത് പഠിക്കട്ടോ. എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 15. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. dy/dx ഈക്വൽ ടു x⁻y പ്ലസ് y⁻x ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. dy/dx ആണ് കണ്ടെത്തേണ്ടത്. ഞാൻ ആദ്യം ഇത് സോൾവ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഈ രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ഇത് എക്സിൻ്റെ പവറിൽ വേറൊരു വേരിയബിൾ വരുന്നത്, ഇത് വൈൻ്റെ പവറിൽ വേറൊരു വേരിയബിൾ വരുന്നത്. അപ്പം ഞാൻ ഈ ഇക്വേഷനെ യു എന്നും ഈ ഇക്വേഷനിൽ ഈ എക്സ്പ്രഷനെ വി എന്നും കൊടുത്ത് u + v = 1 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പം അങ്ങനെയാണ് രണ്ട് ഭാഗത്തും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ d/dx ഓഫ് u പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് d/dx ഓഫ് v വിച്ച് ഈസ് ഈക്വൽ ടു d/dx ഓഫ് 1 എന്ന് പറഞ്ഞ് വരും. u എന്താ? x⁻y, v എന്താ? y⁻x. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തിയാൽ നോക്കി, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ. du/dx പ്ലസ് dv/dx ഈസ് ഈക്വൽ ടു 0. ഇതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ കയ്യിലുള്ള ഈ ഒരു എക്സ്പ്രഷൻ. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സർ dy/dx അല്ലേ കണ്ടെത്തേണ്ടത്, ഇതിൽ അതൊന്നും ഇല്ലല്ലോ. നമുക്ക് വൈൻ്റെ എക്സിൻ്റെയും ടേം ഇതാ ഇവിടെ ഉണ്ടടാ, നമ്മൾക്ക് അതിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ u ഈസ് ഈക്വൽ ടു x⁻y എന്ന് എടുത്തിട്ടില്ലേ? ലോഗ് ഡിഫറൻസിയേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുക. അപ്പോൾ log u ഈക്വൽ ടു log x⁻y. ലോഗിൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? log a⁻b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ലോഗ് എ ആണ്, ബി ലോഗ് എ. അപ്പം നോക്കിക്കോ ലോഗ് യു ഈസ് ഈക്വൽ ടു ഈ വൈ മുമ്പോട്ടേക്ക് ചാടിയാൽ വൈ ലോഗ് എക്സ് എന്ന് പറഞ്ഞു വരും. രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് യു ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ലോഗ് എക്സ് എന്ന് പറഞ്ഞായിരിക്കും വരിക. കാരണം ലോഗരിതമിക് നിങ്ങൾ ആദ്യം ലോഗ് രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതി. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാരണം നമുക്ക് വൈയുടെ ടേമിലേക്ക് ഇതിന് ആൻസറിന് ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ യു ലോഗ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/u ഇൻറ്റു ലോഗ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/u. പിന്നെന്താ ചെയ്യുക? എടാ ലോഗ് എക്സ് ആണ് 1/x, പിന്നെ ആ യു ഇല്ലേ, ആ യുവിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇത് പ്രൊഡക്റ്റ് റൂൾ അല്ലേ? ഇതാ നോക്ക്, യു വി ഡാഷ് ആണെങ്കിൽ നമ്മൾ യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ് എന്നല്ലേ എഴുതാറുള്ളത്. അതേപോലെ നിങ്ങൾ ഇതിനെ മാറ്റി എഴുതിക്കുക. എങ്ങനെ? വൈ യു എന്ന് പറഞ്ഞാൽ വൈ, അപ്പോൾ വൈ ഇൻറ്റു വി ഡാഷ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് വി എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങനെ എഴുതുന്നതിന് നോ പ്രോബ്ലം. റെഡി? സോ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും? ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ 1/u ഇങ്ങോട്ട് വന്നാലേ ഇൻറ്റു യു എന്ന് പറഞ്ഞു വരും. ഇവിടെ ബാക്കിയുള്ളത് വൈ ഉണ്ട്, ഓക്കെ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x ആണ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സും ഉണ്ട് ലോഗ് എക്സും ഉണ്ട്. അപ്പം ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. റെഡി? എന്തായിരുന്നു നിങ്ങളുടെ യു? എക്സ് റൈസ് ടു വൈ അല്ലേ? അപ്പോൾ അതാ നോക്ക്, ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു വരും. ഇതാണ് ആക്ച്വലി എന്ത്? നിങ്ങളുടെ ഡി യു ബൈ ഡി എക്സ്. ഇപ്പം ഡി യു ബൈ ഡി എക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതേപോലെ എന്തുകൂടി കണ്ടെത്തുക എന്നറിയോ? ഡി വി ബൈ ഡി എക്സും കണ്ടെത്താം. എന്നാലേ നമുക്ക് ഈ എക്സ്പ്രഷനിൽ കൊടുത്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടെത്താൻ പറ്റും. അത്രേ ഉള്ളൂ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നും അല്ല, സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഡി വി ബൈ ഡി എക്സ് കണ്ടെത്തണമെങ്കിൽ വിക്ക് പകരം നമ്മൾ കൊടുത്തത് വൈ റൈസ് ടു എക്സ് അല്ലേ? അപ്പോൾ വി ഇസ് ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് വൈ റൈസ് ടു എക്സ്. ലോഗ് വി ഇസ് ഈക്വൽ ടു ഈ എക്സ് പവറിന്റെ മുമ്പിലേക്ക് വന്നാൽ എക്സ് ഇൻറ്റു ലോഗ് വൈ എന്ന് പറഞ്ഞു വരും. ലോഗിന്റെ പ്രോപ്പർട്ടിയാണ് ലോഗ് എ റൈസ് ടു ബി ആണ് ബി ലോഗ് എ. ഇവിടെ ഇത് അതേ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി രണ്ട് ഭാഗത്തും വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് വൈ എന്ന് പറഞ്ഞു വരും. ഓക്കെ, ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/x, ലോഗ് വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/v ഇൻറ്റു എന്തുകൂടി ചെയ്യണം? ഈ വി അതിന് കൂടി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് റൂൾ എന്നടാ. അപ്പൊ ആദ്യത്തെ എക്സ് അവിടെ വെക്കുക ആൻഡ് ലോഗ് വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് ലോഗ് വൈ അവിടെ വെക്കുക ഇൻറ്റു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. റെഡി? അടുത്ത സ്റ്റെപ്പിൽ 1/y ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നോക്കിക്കേ, ലോഗ് വൈ ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് വൈ ആണ് 1/y. പക്ഷേ വൈ അല്ലേ, ഫംഗ്ഷൻ വൈയുടെ ടേമിലല്ലേ, അപ്പോൾ വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ലോഗ് വൈ എന്ന് വരും അത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുക ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ 1/v അങ്ങോട്ട് പോയാൽ ഇൻറ്റു വി എന്ന് പറഞ്ഞ വരിക. അപ്പോൾ വി ഇൻറ്റു നോക്കണേ, അവിടെ എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് അവിടെ മറ്റേത് ഒരു ലോഗ് വൈ ഉണ്ട്, 1 ഇൻറ്റു ലോഗ് വൈ ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഡി വി ബൈ ഡി എക്സ് നിങ്ങൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്തോ, ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വൈ റൈസ് ടു എക്സ് അല്ലേ? അപ്പോൾ വൈ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ. റെഡി? ഇത്ര എഴുതിയിട്ടും നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയില്ലല്ലോ. ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും അല്ലേ കിട്ടിയത്. നമ്മളുടെ ഇക്വേഷൻ ഇതാ നോക്കേ, നമ്മൾ നേരത്തെ എഴുതിയൊരു ഇക്വേഷൻ ഉണ്ട്, ഇതിനെ വേണം ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ വിളിക്കാം. ഫ്രം ഇക്വേഷൻ 1 പ്രകാരം നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് അറിയോ? ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്ക്, ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റൈസ് ടു വൈ ഇൻറ്റു നോക്കണേ, എക്സ് റൈസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, നോ പ്രോബ്ലം. പ്ലസ് വാട്ട് ഈസ് ഡി വി ബൈ ഡി എക്സ്?
ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇത് അതും കൂടി റീപ്ലേസ് ചെയ്തോ. ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ വൈ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം മാത്രം ഒരു ഭാഗത്താക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് എക്സ് റൈസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ഇതിനതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് റൈസ് ടു വൈ ഇൻറ്റു ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, പ്ലസ് ഇത് ഇൻറ്റു ഇത്, അപ്പോൾ വൈ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇത് ഇൻറ്റു ഇത് വൈ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പം ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേം മാത്രം ഒരു ഭാഗത്ത് വെക്കുക. അതായത് ഇതും ഇവിടെ വെക്കുക, ബാക്കിയുള്ളതൊക്കെ മറ്റേ സൈഡിലേക്ക് പോയിക്കോ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈസിലി സോൾവ് ചെയ്യടാ. ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് ഞാൻ കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ നോക്കണേ, എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ടാവും. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താമെന്നറിയോ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം മൈനസ് എൻ. ഇവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്ച്വലി എങ്ങനെ എഴുതാം, വൈ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതുന്നതിന് തെറ്റില്ല. ഓക്കെ, എ റൈസ് ടു ഏത് ഇതാ നോക്ക് ഇങ്ങനെടാ, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം മൈനസ് എൻ ആണ്. റെഡി? അപ്പോൾ വൈ റൈസ് ടു എക്സ് ബൈ വൈ റൈസ് ടു 1 ആണെങ്കിൽ വൈ റൈസ് ടു എക്സ് മൈനസ് 1, നോ പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് വി ഹാവ് എൻ എക്സ്. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോമൺ എടുത്തിട്ടുണ്ട്, മതി. ഇനി അടുത്തത് ഇത് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈ എക്സ് ലോഗ് വൈ എന്ന് വരും, പ്ലസ് ഉള്ളതാണ് അങ്ങോട്ട് പോയാൽ മൈനസ് ആവും. ഇതും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താം, എക്സ് റൈസ് ടു ഇത് 1 പവറിൽ 1 ഉണ്ടെങ്കിൽ എക്സ് റൈസ് ടു വൈ മൈനസ് 1 വരും, പക്ഷെ അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. ആൻഡ് എക്സ് റൈസ് ടു വൈ മൈനസ് 1 വരും, ഇൻറ്റു എന്തും കൂടി ഉണ്ട്, ഒരു വൈയും ഉണ്ട്, നോ പ്രോബ്ലം. ദെൻ ഫൈനലി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടണമെങ്കിൽ ഇതാ നോക്ക്, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് ഏത് വേണം, ഇവിടുന്ന് ഒരു മൈനസ് കോമൺ എടുത്തട്ടോ, മൈനസ് കോമൺ എടുത്താലും പ്രശ്നമല്ല. വൈ റൈസ് ടു എക്സ് ലോഗ് വൈ മൈനസ് എന്ന് കോമൺ എടുത്തപ്പോൾ ഇത് പ്ലസ് ആവും, മൈനസ് ഇവിടുന്ന് പുറത്തെടുത്ത ഇവിടെ പ്ലസ് ആവൂലേ. ഓക്കെ, വൈ ഇൻറ്റു എക്സ് റൈസ് ടു വൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത് വരും, വൈ ഇൻറ്റു എക്സ് റൈസ് ടു വൈ മൈനസ് 1. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ഈ ടേം മൊത്തം ഇങ്ങോട്ടേക്ക് ബൈ ഇൻറ്റു ഉള്ളത് ഇങ്ങോട്ട് മൊത്തം വരുന്ന സമയത്ത് ബൈ എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് പ്ലസ് വൈ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പ്ലസ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞു വരും. ഡി വൈ ബൈ ഡി എക്സ് ആ ചോദ്യം, ഇതാണ് ആൻസർ. ലെങ്തി ആണോ, കുറച്ച് ലെങ്തി ആണ്, ബട്ട് നല്ല ചോദ്യമാണ്, ചെയ്ത് പഠിക്കട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലിയർ? ആൻഡ് ദാ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4ാമത്തെ ചോദ്യമായിരിക്കും ഇതിലല്ലേ. എക്സ് ഈക്വൽ ടു റൂട്ട് എ റൈസ് ടു സൈൻ ഇൻവേഴ്സിറ്റി വൈ ഈക്വൽ ടു റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സിറ്റി ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. ഓക്കെ, ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി കാണണം ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഇത് ചെയ്താൽ മതി. ഇത് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആണ്. ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് എക്സിൻ്റെതും വൈയുടേതും ടിയുടെ ടേമിലാണ്. അപ്പം ഞാൻ ആദ്യം എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി അല്ലടാ, എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഡി എക്സ് ബൈ ഡി ടി എടുക്കുകയാണെങ്കിൽ ഇത് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫോമിലാണ് ആദ്യം ഉള്ളത്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ്, അപ്പോൾ 1/2 റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. അപ്പോൾ 1/2 റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫോമിലെ ഇൻറ്റു ഈ എ റൈസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി, എടാ എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ഇതും പഠിച്ചു വെക്കണേ, എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അപ്പോൾ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്നാണ് വരിക. അതായത് എ റൈസ് ടു എക്സ്, ഇവിടെ എക്സിന് പകരം സൈൻ ഇൻവേഴ്സ് ടി ആണ്, എക്സിന് പകരം സൈൻ ഇൻവേഴ്സ് ടി ആണ്, പ്രശ്നമല്ല. ലോഗ് എയും കൊടുത്തു. ഇനിയും തീർന്നിട്ടില്ല. പിന്നെതാ നോക്ക്, എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി, അതായത് എക്സിന് പകരം വന്നത് സൈൻ ഇൻവേഴ്സ് ടി ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ടീനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ ഇൻവേഴ്സ് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/√1 - t² എന്ന് കിട്ടും. ഇതാണ് dx ബൈ dt. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ.
വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഉണ്ടല്ലോ നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് dy ബൈ ഡി ടി അതാ നോക്കേ. y ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ്. അപ്പൊ നമ്മൾ dy ബൈ ഡി ടി ചെയ്യുകയാണെങ്കിൽ ഇതാ നോക്ക്, dy ബൈ ഡി ടി ചെയ്യുകയാണെങ്കിൽ റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞ് വരും ഇൻ ടു. പിന്നെ ദാ ഈ എ റൈസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടേ, വേണം. എ റൈസ് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഓക്കെ, അതും ചെയ്തു. ഇൻറ്റു കഴിഞ്ഞിട്ടില്ല. കോസ് ഇൻവേഴ്സിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം -1/√1 കോസ് ഇൻവേഴ്സിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 - t² എന്ന് പറഞ്ഞു വരും. അപ്പം നമ്മളിപ്പോൾ ബേസിക്കലി dy ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും രണ്ടും എഴുതി. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? വി വാണ്ട് ടു ഫൈൻഡ് dy ബൈ ഡി എക്സ്. dy ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ആൻസർ? dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. എന്താ ഈ dy ബൈ ഡി ടി? നോക്ക്, നിങ്ങൾ എഴുതിയിട്ടുള്ളത് തന്നെ അങ്ങനെ തന്നെ കൊടുത്താൽ മതി. dy ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. ഓക്കെ, നോക്കണേ, എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. പിന്നുള്ളത് ലോഗ് എ ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, മൈനസ് ലോഗ് എ ഡിവൈഡഡ് ബൈ ഓക്കെ ന്യൂമറേറ്റർ ഓക്കെ 2 ഇൻറ്റു റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ഒരു റൂട്ട് 1 - t² ഉണ്ട്, 1 - t² ഓൾ ഡിവൈഡഡ് ബൈ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ dy ബൈ ഡി ടി ആണ് എഴുതിയത്. ഇനി ഡി എക്സ് ബൈ ഡി ടി എന്താ നോക്ക്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ, അപ്പോൾ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ ഓൾ ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെ വരുന്നത് 2 ഇൻറ്റു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. ഓക്കെ, എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി പ്രശ്നമില്ല. ആൻഡ് പിന്നെ 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 ഇവിടെ ബാക്കിയുള്ളത് എന്താ? റൂട്ട് 1 - t² അല്ലേ? ഓക്കെ, ഇൻറ്റു റൂട്ട് 1 - t². കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തു. ഈ റൂട്ട് 1 - t², ഈ റൂട്ട് 1 - t² പോകും. ഈ ലോഗ് എയും പോകും, നോ പ്രോബ്ലം. ഈ 2ഉം കട്ട് ചെയ്യാം. റെഡി? പിന്നെ ഇപ്പോൾ ഇതല്ലേ ബാക്കിയുള്ളൂ. എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടിയുടെ റൂട്ട് y ആ. ഓക്കെ, അപ്പോൾ അതാ നോക്കി, ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. y ഈസ് ഈക്വൽ ടു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ്. സോറി, y അല്ല, y ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആണ്. ബുദ്ധിമുട്ടില്ല. y ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. അപ്പോൾ y² എന്താണെന്നറിയോ? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആവും. ഓക്കെ, ആൻഡ് അതേപോലെ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ്. ഇതും അറിയാം. അപ്പോൾ x² എന്തായിരിക്കും എന്നറിയോ? ഇതിൻ്റെ റൂട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആണ്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. സിമ്പിളാണ്. ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നോക്കിക്കോ, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. വാട്ട് ഈസ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ y² ആടാ, y² ബൈ വാട്ട് ഈസ് റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി? അത് y ആണ്, ഓൾ ഡിവൈഡഡ് ബൈ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്താ? x² ഡിവൈഡഡ് ബൈ റൂട്ട് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്താ? x. നിങ്ങൾക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ -y ബൈ എക്സ് എന്നല്ലേ? സിമ്പിൾ എടാ. ഇവിടുന്ന് ഒരു വൈയും കട്ട് വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്യണ്ട. y² ബൈ y എന്ന് പറഞ്ഞാൽ എന്താ? y തന്നെ. x² ബൈ x എന്ന് പറഞ്ഞാൽ എന്താ? x. അപ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു -y ബൈ എക്സ് എന്ന് ഷോ ചെയ്തു. കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും, ബട്ട് ഗുഡ് ക്വസ്റ്റ്യൻ. എക്സസൈസ് 5.6 ക്വസ്റ്റ്യൻ നമ്പർ 11. റെഡി? ദെൻ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി, നല്ല ചോദ്യങ്ങൾ തന്നെ കേട്ടോ നമ്മൾ ചെയ്തത്. y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് x² y2 പ്ലസ് xy1 പ്ലസ് y ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എന്താ ഈ y1 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? y1 എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് d ബൈ ഡി എക്സ് ഓഫ് ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 3 കോസ് ലോഗ് എക്സ് പിന്നെ പ്ലസ് 4 സൈൻ ലോഗ് എക്സ്. ഇതാണ് ആക്ച്വലി എന്ത് നിങ്ങളുടെ dy ബൈ ഡി എക്സ് ചെയ്താൽ കിട്ടുക. നോക്കാം നമുക്ക്. 3 കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് അല്ലേ? അപ്പം മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിന് പകരമുള്ളത് ലോഗ് എക്സ്. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ചെറിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ അതുകൂടി എഴുതി കൊടുക്കാം. അതും എഴുതി പ്ലസ് കഴിഞ്ഞ് 4 കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4 പുറത്ത്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അപ്പോൾ കോസ് ലോഗ് എക്സ് വരും. ആൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒരു 1/x കൊടുക്കാം. വിഷയമൊന്നുമില്ലല്ലോ. ഇതൊന്നുകൂടി നന്നാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാം. 4 കോസ് ലോഗ് എക്സ് ബൈ എക്സ്. ഓക്കെ,
ഇത് നമുക്ക് മൈനസ് പിന്നെ എഴുതാം. അതായത് ഈ ടേം ആദ്യം എഴുതി -3 sin log x by x, -3 sin log x by x. നമ്മളിത് ചെയ്യുന്ന സമയത്തെ എക്സ് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നിൽക്കല്ലേ, അപ്പോൾ 4 cos log x -3 sin log x എന്ന് പറഞ്ഞ് എഴുതാം. നോ പ്രോബ്ലം. ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അതായത് y2 എന്ന് പറയുന്നത് d/dx ഓഫ് y1 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി എന്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ സൈൻ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിത് അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും അല്ല, ചെയ്യാൻ പറ്റുന്നതാ. നോക്ക്, u/v ആക്കിയിട്ട് എടുത്തോ. u/v ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കടാ, ഇത് u ഇത് v ആക്കി ചെയ്യുകയാണെങ്കിൽ ആദ്യം v എഴുതും. ഓക്കെ, എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് എഴുതും. യുവിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. 4 അവിടെ വെക്കുന്നു. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്, അപ്പോൾ -sin log x എന്ന് വരുന്നു. log എക്സിന് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അപ്പോൾ 1/x. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. പിന്നെ മൈനസ് ഇതിനെ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. 3 അവിടെ വെക്കുന്നു. sin എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അപ്പോൾ കോസ് ലോഗ് എക്സ് ആൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരൊറ്റ ടേമേ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. റെഡി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലസ് ഇതങ്ങനെ തന്നെ എഴുതി, സോറി പ്ലസ് അല്ല മൈനസ് ഇതങ്ങനെ തന്നെ എഴുതി കൊടുത്താൽ മതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 1 ഇൻറ്റു പിന്നെന്തായിരിക്കും വരിക? ഇതാ 4 cos log x -3 sin log x എന്ന് വരും. -3 sin log x. ഓക്കെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അത് എഴുതി ഇത് എഴുതി, ഈസി, നോ പ്രോബ്ലം. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇത് ഞാൻ എഴുതിയ മെത്തേഡ് മനസ്സിലാക്കണേ. ഇത് വി, ഇത് യു ഡാഷ് മൈനസ് ഇത് വി ഡാഷ്, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു യു, അങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ y2 ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് വരുന്ന ആൻസർ എന്തായിരിക്കും എന്നറിയോ? ഇതൊന്ന് ബ്രാക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്ക്, അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും ക്യാൻസൽ ചെയ്തു, അപ്പോൾ നമുക്ക് -4 sin log x എന്ന് കിട്ടും. -4 sin log x എന്ന് ഈ ടേം വരും. ഓക്കെ, ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സും ക്യാൻസൽ ചെയ്തു, അപ്പോൾ -3 cos log x എന്ന് കിട്ടും. -3 cos log x എന്ന് കിട്ടും. -3 cos log x. ഓക്കെ, -1 ഇൻറ്റു 4 cos log x, നിങ്ങൾക്ക് ഇത് -4 cos log x എന്ന് കിട്ടും. -4 cos log x. ഓക്കെ, മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും, അപ്പോൾ +3 sin log x എന്ന് കിട്ടും. +3 sin log x. ഓൾ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് എന്താ? x². കട്ട് ചെയ്യാൻ പറ്റുന്നത്, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോട്ടോ, ചെയ്യാൻ പറ്റും. -4 sin log x +3 sin log x -sin log x എന്ന് എഴുതാം. -sin log x, നോ പ്രോബ്ലം. -3 cos log x -4 cos log x. നമ്മളൊരു സിമ്പിൾ അവിടെ വിട്ടുപോയിട്ടില്ലല്ലോ, അത് -3 ആയിരുന്നു. ഓക്കെ, ഇത് -1. റെഡിയാണ്, കറക്റ്റ് അല്ലേ? യെസ്. ഇത് നിങ്ങൾക്ക് -7 cos log x ഒന്നും എഴുതാം. ഇതെങ്ങനെ? -7 -3 -4 -7 അല്ലേ, അപ്പോൾ -7 cos log x ഒന്നും എഴുതാം. നോ പ്രോബ്ലം. ഓൾ ഡിവൈഡഡ് ബൈ x². ഇതാണ് y2. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആക്ച്വലി ഇത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്താ ഷോ ചെയ്യാനുള്ളത് നോക്ക്. LHS എന്താ നോക്ക്. അതേപോലെ തന്നെ നമുക്ക് RHSനേക്കും എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഓക്കെ ആയില്ലേ? LHS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണേ, x² y2 പ്ലസ് xy1 പ്ലസ് y. റെഡി. അപ്പോൾ x² y2 എന്ന് പറഞ്ഞാൽ എന്താ നോക്കടാ? y2 നോക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. -sin log x -7 cos log x ആണ് ആക്ച്വലി x². സോറി, y2 എന്ന് പറയുന്നത്. പിന്നെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? x² കൂടി ഉണ്ട്, അപ്പോൾ ബൈ x². റെഡി. പ്ലസ് x ഇൻറ്റു വാട്ട് ഈസ് y1 എന്തായിരുന്നു? 4 cos log x -3 sin log x അല്ലേ? 3 sin log x all divided by x. ഓക്കെ, നോ പ്രോബ്ലം. ദ ലാസ്റ്റ്, അപ്പോൾ x y1 എഴുതിയേ, പ്ലസ് ഒരു y കൂടി ഉണ്ടല്ലോ. y എന്താ? 3 cos log x പ്ലസ് 4 sin log x. 3 cos log x പ്ലസ് 4 sin log x. റെഡി.
ഇനി നോക്കടാ, കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്തോ. ഈ x² പോട്ടെ, ഈ എക്സും ഇതാ ഈ എക്സും പോട്ടെ. ഇപ്പം ഇനി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ 0 കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, മൈനസ് സൈൻ ലോഗ് എക്സ് മൈനസ് 7 കോസ് ലോഗ് എക്സ്, ഓക്കെ, പ്ലസ് 4 കോസ് ലോഗ് എക്സ്, പിന്നെ പ്ലസ് ഒരു 3 കോസ് ലോഗ് എക്സ് ഉണ്ട്, 3 കോസ് ലോഗ് എക്സ്, ഓക്കെ, നോ പ്രോബ്ലം, പ്ലസ് ലാസ്റ്റ് ഒരു 4 സൈൻ ലോഗ് എക്സ് കൂടി ഉണ്ട്. ഓക്കെ, കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് 0 ആവുമോ എന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ. മൈനസ് സൈൻ ലോഗ് എക്സ്, പിന്നെ സൈൻ ഉള്ളത് എവിടാ നോക്ക്, കോസ് ഉള്ള 4 ടേം ആണല്ലോ വന്നത്, സൈൻ ഉള്ള ഒരു ടേം മിസ്സിംഗ് ആണല്ലോ. ഓക്കെ, ഇവിടെ ആക്ച്വലി എന്തല്ല, ഇവിടെ വിട്ടുപോയതാണ്, നമ്മൾ അത് എഴുതിപ്പോയി. ഇവിടെ ഒരു ടേം മിസ്സിങ്, 1 2 3 4 5 6 ആൾക്കാർ വേണടാ, ഒരു ടേം ചെറിയൊരു ടേം മിസ്സിംഗ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം മൊത്തം തെറ്റും. 4 കോസ് ലോഗ് എക്സ് മൈനസ് 3 സൈൻ ലോഗ് എക്സ് ഉണ്ട്, മൈനസ് 3 സൈൻ ലോഗ് എക്സ് പ്ലസ് ദെൻ 3 കോസ് ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ്. റെഡി? അപ്പം നോക്കോ, ആൻസർ നോക്കോ, മൈനസ് സൈൻ ലോഗ് എക്സും മൈനസ് 3 സൈൻ ലോഗ് എക്സും മൈനസ് സൈൻ ലോഗ് എക്സും മൈനസ് 3 സൈൻ ലോഗ് എക്സും മൈനസ് 4 സൈൻ ലോഗ് എക്സ്, മൈനസ് 4 സൈൻ ലോഗ് എക്സ് പ്ലസ് 4 സൈൻ ലോഗ് എക്സ് കട്ട്. ഇനി നോക്ക്, മൈനസ് 7 പ്ലസ് 4 രണ്ടും സെയിമാ അല്ലേ, ഈക്വലാ. അതായത് നമ്മുടെ വേരിയബിൾസ് ഈക്വൽ ആണ്, വേരിയബിൾസ് അല്ല ഫംഗ്ഷൻ ആയുള്ളത് ഈക്വൽ ആണ്, കോൺസ്റ്റന്റ് മാത്രമല്ലേ മാറ്റുള്ളൂ, ലൈക്ക് വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ലൈക്ക് ഫംഗ്ഷൻസ് ആണ്. മൈനസ് 7 കോസ് ലോഗ് എക്സ് 4 കോസ് ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് 3 0. അപ്പൊ ഇതും എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. സോ വി ഹാവ് ഫൈനൽ ആൻസർ ആസ് 0. അതായത് നമ്മൾ LHS എഴുതി വന്ന് ഇത് ലാസ്റ്റ് ആർക്ക് ഈക്വലായി, RHSന് ഈക്വലായി. ഇത് തന്നെയല്ലേ പരിപാടി അല്ലേ, അത് RHS 0 അല്ലേ, അത് ഷോ ചെയ്യാനല്ലേ പറഞ്ഞത്, ഷോ ചെയ്തു, സിമ്പിൾ, ക്ലിയർ അല്ലേ. അപ്പം നമ്മൾ ഇവിടെ ചെയ്തതൊക്കെ നല്ല ചോദ്യങ്ങളാണ്, കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്, പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആവും. സോ ഇതൊക്കെ നമ്മുടെ NCERT ക്വസ്റ്റ്യൻസാണ്. നമ്മൾ ആപ്പിൽ ഈ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ബാച്ച് നമുക്കുണ്ട്. നിങ്ങൾ നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് NCERT ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. സോ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക, 9207998855, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ടാവും, ആ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് NCERT ക്വസ്റ്റ്യൻ ഒക്കെ പ്രോപ്പറായി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാത്സിനൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. വീണ്ടും കാണാം.